നമസ്കാരം. പുതിയൊരു പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടാം. നമ്മളൊക്കെ ആഹാരം കഴിക്കുന്നത് വളരെ വൃത്തിയുള്ള പാത്രങ്ങളിൽ ആണ് അല്ലേ? അതുപോലെ ആഹാരം കഴിക്കുന്നത് മാത്രം വൃത്തി പോരാ, ആഹാരം കഴിക്കാനായിട്ട് വൃത്തിയാക്കുന്ന പാത്രങ്ങൾ അതെങ്ങനെ വൃത്തിയാക്കുന്നത് അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നിലവിൽ നിരവധി ആളുകളെ അലട്ടുന്ന പ്രശ്നമാണ് ഗ്യാസ്ട്രിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ. അതായത് ദഹനക്കേട്, പുളിച്ചു തീട്ടൽ, ഏമ്പക്കം, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം കഴുകാനായിട്ട് എടുക്കുന്ന വാഷിംഗ് ബാറുകളുടെ, അതായത് ഡിഷ് വാഷ് ബാറുകളുടെയോ അല്ലെങ്കിൽ ഡിഷ് വാഷ് ലിക്വിഡുകളുടെയോ ഒരു കെമിക്കലിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതിനകത്ത് ചേർന്നിരിക്കുന്ന ചില കണ്ടൻറ്റുകൾ നമുക്ക് ശരീരത്തിന് ഹാനികരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പണ്ട് കാലങ്ങളിൽ നമുക്ക് അറിയാം, ലിവറുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നത് പുരുഷന്മാർക്കായിരുന്നു കൂടുതൽ. അപ്പോൾ ആളുകൾ പറയും പുരുഷന്മാർ മദ്യപിച്ചതുകൊണ്ടാണ് എന്ന്. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ലിവർ സിറോസിസ്, അതിൻ്റെ സ്റ്റേജ് 1, 2 അതിനും അപ്പുറത്തേക്ക് പോകുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകളിലാണ്. അപ്പോൾ സ്ത്രീകളിലുണ്ടാകാനായിട്ട് കാരണം അവർ മദ്യപിച്ചത് കൊണ്ടല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു പക്ഷേ അവരുപയോഗിക്കുന്ന മറ്റ് മെഡിസിൻസ്, അലോപ്പതി മെഡിസിൻസിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ടും ഉണ്ടാവണം. അപ്പം ഇതൊക്കെ പല പല കെമിക്കലുകളാണ്. അലോപ്പതി മെഡിസിൻസ് ആയാലും ഈ പറഞ്ഞ ഡിഷ് വാഷ് ലിക്വിഡുകളോ ബാറുകളോ ഉപയോഗിക്കുമ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് പലപ്പോഴായിട്ട് നാം അറിയാതെ പല അളവിൽ ചെറിയ അളവായിരിക്കാം, പക്ഷേ അതിൻ്റെ അളവ് നമുക്ക് അതിൻ്റെ തോത് എത്രയാണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ആ അളവിലേക്ക് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പം പതുക്കെ കാലാനുസൃതമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് രാസമാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ രാസ പ്രക്രിയകൾ മുഴുവൻ നടക്കുന്നത് കരളിലാണ്. അപ്പോൾ കരളിൽ ഇതെല്ലാം വളരെ പ്രശ്നങ്ങളുണ്ടാക്കുന്നുണ്ട്. പതുക്കെയാണ് ഏറ്റവും വലിയ രാസ ഫാക്ടറിയാണ്, ശരീരത്തിലെ ഏറ്റവും വലിയ രാസ ഫാക്ടറിയാണ് കരൾ. അപ്പോൾ അവിടെ നടക്കുന്ന 500-ഓളം പ്രവർത്തനങ്ങളിൽ ഈ രാസമാലിന്യങ്ങളും വിഷമാലിന്യങ്ങളും നമ്മുടെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള അവസ്ഥയിൽ നിന്നും കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും കുടിക്കുന്ന വെള്ളത്തിൽ നിന്നും ഉള്ളതിനെയൊക്കെ അരിച്ചു മാറ്റുക എന്ന പ്രക്രിയ ചെയ്യുന്നത് പതുക്കെ നമ്മുടെ കരൾ ഡാമേജ് ആകുന്നതിൻ്റെ സിംറ്റംസാണ് ഗ്യാസായിട്ടും ഏമ്പക്കമായിട്ടും പുളിച്ചു തീട്ടലായിട്ടും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാം, വയറ് കമ്പിച്ച് നിൽക്കുന്ന അവസ്ഥയിലേക്ക് ഒക്കെ എത്തുന്നത്. അപ്പോൾ അതിന് ഒരു പരിഹാരം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം കഴുകുന്ന ഉൽപ്പന്നങ്ങൾ അത് ഏറ്റവും ക്വാളിറ്റിയുള്ള ഉൽപ്പന്നമായിട്ട് മാറ്റുക. അപ്പം അതങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊരു പ്രശ്നം കുറയുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു സൊല്യൂഷനാണ് പറയുന്നത്. മാറ്റിക്കഴിഞ്ഞാൽ കുറേയൊക്കെ മാറ്റം ഉണ്ടാകുന്നുണ്ട് ആളുകളിൽ. കാരണം നിരവധി ആളുകൾക്ക് നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ കൊടുത്തിട്ട് അവർക്ക് ശാരീരികമായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരമായി മാറിയ ഒരു ഉൽപ്പന്നമാണ് ഞാനിവിടെ പരിചയപ്പെടുന്നത്. വളരെ സിമ്പിളായിരിക്കും. നിങ്ങൾ ആലോചിക്കും ഇതൊരു കച്ചവടക്കാരൻ്റെ തന്ത്രമാണോ എന്ന്. പക്ഷേ നിങ്ങളിതൊന്ന് മനസ്സിലാക്കുക, ഉപയോഗിച്ച് നോക്കുക എന്നാണ് ഞാൻ പറയുള്ളൂ. ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാലല്ലേ നമുക്കിതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. പരസ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഉൽപ്പന്നം നിങ്ങളിലേക്ക് എത്തുന്നത് വളരെ കുറവാണ് താനും. അപ്പോൾ പരസ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെപ്പോലെ ഡയറക്റ്റ് സെല്ലിങ് ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല കമ്പനികൾ, ഈ ഒരു കമ്പനി മാത്രമല്ല മറ്റു പല കമ്പനികളുടെയും ഇതേപോലെ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളാണ്. അപ്പോൾ അതൊന്നും പരസ്യമില്ലാത്തതുകൊണ്ട് ആളുകളിലേക്ക് എത്തുന്നില്ല. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇത്. അപ്പോൾ നിങ്ങളെ ഈ ഒരു ഉൽപ്പന്നം ഒന്ന് പരിചയപ്പെടുത്തുക. പിന്നെ നമ്മളൊക്കെ പാത്രം കഴുകുന്നു, അതൊരു 6-7 വട്ടം നമ്മൾ നല്ല വെള്ളത്തിൽ കഴുകിയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറയാം. ഒട്ടുമിക്ക ആൾക്കാർ ഞാൻ പാത്രം കഴുകുന്നത് ഏറ്റവും നല്ല ലിക്വിഡ് ഉപയോഗിച്ച അല്ലെങ്കിൽ ബാർ ഉപയോഗിച്ചിട്ടാണ്. അപ്പം അതുപോലെ തന്നെ ഞാൻ പാത്രം കഴുകുന്നത് 6-7 വട്ടം ഞാൻ നല്ല വെള്ളത്തിൽ കഴുകിയതിന് ശേഷം മാത്രമാണ് ഉപയോഗിക്കുകയുള്ളൂ എന്ന് പറയും. നിങ്ങൾ ഈ പാത്രങ്ങൾ കഴുകിയതിന് ശേഷം വെയിലത്ത് വെച്ച് ഒന്ന് ഉണങ്ങുക. നിങ്ങൾ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് ലിക്വിഡോ ബാറോ ഉപയോഗിച്ചതിന് ശേഷം ആ പാത്രം നിങ്ങൾ വെയിലത്ത് വെച്ച് ഉണങ്ങുക. ഉണങ്ങിയതിന് ശേഷം നമ്മൾ ആ പാത്രത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ വൃത്തിയുള്ള വിരലുകൾ ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് വടിച്ച് നോക്കുമ്പോൾ അതിൽ വെളുത്ത ഒരു പൊടി പറ്റിയിട്ടുണ്ടാവും. ഇപ്പം നോർമൽ പാത്രങ്ങളൊക്കെ കഴുകുന്ന ഡിറ്റർജൻറ്റോ അല്ലെങ്കിൽ ലിക്വിഡുകളോ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിങ്ങനെ ഒരു വെളുത്ത പൊടിയായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. ആ പൊടി നമുക്ക്
കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. പക്ഷേ ആ പാത്രത്തിൻ്റെ ഗ്ലേസിങ്ങിൽ നമുക്കത് കാണാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ തൂക്കുമ്പോൾ മാത്രമാണ് കാണുള്ളൂ. ഈ പാത്രത്തിലേക്കാണ് വീണ്ടും നമ്മൾ കഴുകിയാലും ആ പൊടി അതുപോലെ തന്നെ നിൽക്കും, പോകുന്നില്ല. അപ്പോൾ ഈ പാത്രത്തിലേക്കാണ് നമ്മൾ ആഹാരം ഇട്ട് കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ കഴിക്കുന്നത് വഴി അത് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലും. ഒരു തവണയോ 2 തവണയോ ഒക്കെ തന്നെ വളരെ മില്ലിഗ്രാമിൽ താഴെയൊക്കെയാണ് നമുക്കൊരു ഓരോ ആഹാരം കഴിക്കുമ്പോൾ ഇത് ചെല്ലുന്നത്. പക്ഷെ പടിപടിയായിട്ട് ഇത് കയറി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അത് നമ്മുടെ ഉള്ളിലേക്ക് ചെന്നും നമ്മുടെ ലിവറിനെയും കിഡ്നീനെയൊക്കെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. ഒരു പക്ഷേ നിങ്ങൾ ഈ ഉൽപ്പന്നങ്ങളൊക്കെ പാത്രം കഴുകുന്നതും തുണി കഴുകുന്നതും ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കാം. അവിടെയും ഈ പറഞ്ഞ പാത്രം കഴുകാനൊക്കെ എടുക്കുന്ന കെമിക്കലുകൾ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ ലോ ക്വാളിറ്റിയിലുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് വിലക്കുറവാണ് എല്ലാ ആളുകളും നോക്കുന്നത്. പക്ഷേ ഏറ്റവും ക്വാളിറ്റിയുള്ള ഏറ്റവും വിലയേറിയ നമ്മുടെ ശരീരത്തിൻ്റെ പല അവയവങ്ങളെയും നമ്മളെ തന്നെ ഇല്ലാണ്ടാക്കുന്നതാണ് ഈ ക്വാളിറ്റി കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക വഴി എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പം അതിനൊക്കെ ഒരു പരിഹാരമാണ് ഞാനീ പറയുന്ന ഫൈറ്റ്സ് ജെം ഡിഷ് വാഷ് ബാറ്. 1/2 കിലോ തൂക്കം വരുന്ന ഒരു ഡിഷ് വാഷ് ബാറാണ്. 1/2 കിലോ ആണ് ഇതിൻ്റെ തൂക്കം. അപ്പോൾ 1/2 കിലോയെ എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെറിയ ബാറുകളൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് അലിഞ്ഞ് തീരും. ചെറിയ ബാറുകളൊക്കെ വെള്ളത്തിനകത്തേക്ക് ഇപ്പം മറ്റ് പല കമ്പനികളിൽ ഞാനൊക്കെ ഉപയോഗിച്ചു, പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ച് എനിക്കറിയാം. അത് നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും വെള്ളം കണ്ടു കഴിഞ്ഞാൽ തന്നെ അന്നേരം തന്നെ അലിഞ്ഞലിഞ്ഞ് പെട്ടെന്ന് ഡാമേജ് ആയി പോകുന്നു. അപ്പോൾ ഇത് 1/2 കിലോ തൂക്കമാണ്. അത് ഇതുപോലെ നല്ല വൃത്തിയായിട്ടുള്ളൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിനകത്താണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഈ 1/2 കിലോയുടെ ഉൽപ്പന്നത്തിന് ചെറിയ വിലയുള്ളൂ താനും. കാരണം നമ്മളിപ്പം ഒരു കമ്പനിയുടെ പെയിൻറ്റ് ബാം നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗം ഇങ്ങനെ മൂട് അകത്തേക്ക് തള്ളിയിട്ട് അളവ് വരെ കുറവായിരിക്കും, പാത്രത്തിൻ്റെ വലുപ്പം വലുതായിരിക്കും. അപ്പോൾ അങ്ങനെ പറ്റിക്കുന്ന പരിപാടികളൊന്നുമില്ല. 1/2 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് 1/2 കിലോ ഉണ്ട്. അതിങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ വെച്ച് സീൽഡാണ്. അതിന് ശേഷം അതിൻ്റെ മുകളിൽ നല്ലൊരു അടപ്പുണ്ട്. തുറന്ന് കാണിക്കാം. അപ്പോൾ അങ്ങനെ തുറന്ന് കഴിയുമ്പം നമുക്ക് ഒരു സ്ക്രബ്ബ്, പാത്രം കഴുകാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ക്രബ്ബ് ഇതിനോടൊപ്പം ഫ്രീ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് കണ്ടോ, ഇതിങ്ങനെ 1/2 കിലോയുടെ വലിയൊരു ബാറാണ് കിട്ടുന്നത്. ഈ 1/2 കിലോ നമുക്കൊരു സാധാരണ ഒരു 4 പേരൊക്കെ അടങ്ങുന്ന കുടുംബത്തിലേക്ക് എത്ര നാളത്തേക്കുണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 3-4 മാസം വരെ ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് അളവ് തീരെ കുറച്ച് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളായിരിക്കണം, അളവ് വളരെ കുറച്ചായിരിക്കണം ഉപയോഗിക്കണേ. ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ പാത്രം കഴുകിയതിന് ശേഷം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വെയിലത്ത് വെച്ച് ഉണങ്ങുക. ഉണങ്ങിയതിന് ശേഷം പാത്രത്തിൽ നിങ്ങളിങ്ങനെ കൈ ഓടിച്ച് നോക്കിയിട്ട് അതിൽ വെളുത്ത പൊടി ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിതിൻ്റെ പൈസ ഞങ്ങൾ തിരിച്ചു തരാം. അപ്പം ഇത് അങ്ങനെ ഇല്ല എന്ന് 100% ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം കെമിക്കലുകളില്ലാത്ത ഉൽപ്പന്നങ്ങളാണ് ഈ കമ്പനി ഇന്ന് മാർക്കറ്റ് ചെയ്യുന്നത്. നിത്യോപയോഗത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഈ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഉൽപ്പന്നം കിട്ടുന്നത് ഒരു നല്ല കണ്ടെയ്നറിലാണെന്ന് പറഞ്ഞു. ഒപ്പം നമുക്ക് പാത്രം കഴുകാനായിട്ട് ഒരു സ്ക്രബുണ്ട്. ഓരോ ഇതും കഴിയുന്നതിന് ശേഷം ഇത് നിങ്ങൾക്ക് ഡ്രൈ ആക്കി എടുത്ത് വയ്ക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് വെള്ളമില്ല എന്ന് ഉറപ്പ് വരുത്തി പാത്രം കഴിയുന്നതിന് ശേഷം വെള്ളം കമിഴ്ത്തി കളഞ്ഞേച്ച് വൃത്തിയായിട്ട് അടച്ച് തന്നെ വയ്ക്കുക. അപ്പം ആ പാത്രം നമ്മൾ അടച്ചും കൂടെ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മറ്റ് അണുബാധകളൊന്നും ഉണ്ടാവില്ല. ഇനി ഈ ഉൽപ്പന്നത്തിൻ്റെ പ്രത്യേകത ഒന്ന് പറയാം. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ പാത്രം കഴുകാനായിട്ട് എടുത്തുകൊണ്ടിരുന്നത് ചാരമായിരുന്നു, അല്ലെങ്കിൽ വെണ്ണീർ എന്നൊക്കെ പറയും. ഇപ്പം മരക്കരിയുടെയൊക്കെ ചാരം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ചാരത്തിനുള്ള ഒരു പ്രത്യേകത തന്നെ അതിനകത്തെ അണുവിമുക്തമാക്കുന്നതാണ് അതിനകത്തെ കണ്ടൻറ്റുകൾ. അപ്പോൾ ചാരം അണുവിമുക്തമാക്കുന്നതാണ് എങ്കിൽ നമ്മുടെ ഇതിനകത്തെ ഈ ഒരു ഉൽപ്പന്നത്തിനകത്തെ മെയിൻ കണ്ടൻറ്റുകളിലൊന്ന് ചാരം തന്നെയാണ്. അപ്പം ചാരം തന്നെയാണ് ഇതിനകത്തെ മെയിൻ കണ്ടൻറ്റ്. അതുപോലെ തന്നെ വേപ്പിൻ്റെ സത്തയുണ്ട് ഇതിനകത്ത്, വേപ്പ് അരിവേപ്പിൻ്റെ സത്തയുണ്ട്. അതുപോലെ തന്നെ ലെമണിൻ്റെ സത്തയുണ്ട്, ചെറുനാരങ്ങയുടെ സത്തയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ആ ഒരു ട്രിപ്പിൾ കോംബോ ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഏത് പാത്രങ്ങളും വേഗത്തിൽ ക്ലീൻ ആവുകയും ചെയ്യും, അണുവിമുക്തമാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഈ ഉൽപ്പന്നം
സൈഡ് എഫക്റ്റുകളൊന്നും ഉണ്ടാക്കിയില്ല എന്ന് പ്രൂവ് ചെയ്തേക്കുന്നതാണ്. 1/2 കിലോ തൂക്കം വരുന്ന ഇതിൻ്റെ വില എന്ന് പറയുന്നത് വെറും 88 രൂപ മാത്രമാണ്. അപ്പോൾ 88 രൂപയ്ക്ക് നമുക്ക് ഈ ഉൽപ്പന്നം നിങ്ങൾ വാങ്ങിക്കുന്ന 50 ഗ്രാമിൻ്റെ അല്ലെങ്കിൽ 100 ഗ്രാമിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ വില ഒന്ന് കൂട്ടി നോക്കുക. അപ്പം 100 ഗ്രാമിൻ്റെ ഉൽപ്പന്നമാണെങ്കിൽ 5 തവണ വാങ്ങിക്കുമ്പോൾ 1/2 കിലോ ആയി. 1/2 കിലോയുടെ വില ഏകദേശം 100 രൂപയ്ക്ക് മുകളിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വെറും 88 രൂപ MRP വിലയ്ക്ക് ഈ ഉൽപ്പന്നം നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. ഇനി നിങ്ങൾ നമ്മുടെ ഒരു കസ്റ്റമർ ഐഡിയോട് കൂടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇതിനേക്കാളും വില കുറയും. കാരണം ഞങ്ങളുടെ സ്റ്റോറിൽ പോയി എടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ 88 രൂപയ്ക്ക് തന്നു കഴിഞ്ഞാൽ മുതലാവുള്ളൂ. കാരണം വണ്ടിക്കൂലിയും ആ ഒരു പോകുന്ന സ്റ്റോറിലേക്ക് പോകുന്നതിൻ്റെ അന്നത്തെ ദിവസത്തെ മറ്റ് ചിലവുകളും ഒക്കെ അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് നഷ്ടമാണ്. ഇതിനേക്കാളും വില കുറച്ച് തരാൻ MRP വിലയാണ് ഞാൻ പറയുന്നത് 88 രൂപ. എന്നാൽ ഇത് നിങ്ങൾക്ക് ഒരു കസ്റ്റമർ ഐഡിയയിലൂടെ ഇതിനേക്കാളും വില കുറഞ്ഞ രീതിയിൽ വാങ്ങിക്കാനായിട്ടും നമ്മൾ ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഉൽപ്പന്നം നിങ്ങളൊന്ന് വാങ്ങിക്കുക, ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. കാരണം ആരോഗ്യമുള്ള ഒരു സമൂഹത്തിനെ നമുക്ക് വാർത്തെടുക്കുവാനായിട്ട് ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന ഒരു കമ്പനിയുടെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ ഒരുപാട് പേരെ സഹായിക്കാനും സമൂഹ നന്മയ്ക്കും വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂടി ഇതിനകത്തുണ്ട്. ഇതൊരു ബിസിനസ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. അപ്പോൾ ഈ ഒരു ബിസിനസ് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ പോലും നല്ല ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക എന്ന നമ്മുടെ അവകാശം നമ്മൾ നേടിയെടുക്കുക. അതിനായിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണേലും എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ നമ്പർ 9961004143. എൻ്റെ പേര് രമേഷ് കുമാർ എന്നാണ്. സ്വദേശം കോട്ടയം ജില്ലയിൽ ഉഴവൂരടുത്ത് വെളിയന്നൂരാണ്. താങ്ക് യു.